അല്ല ആക്ച്വലി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ നമ്മള് അങ്ങനെയുള്ള ആദ്യം മനസ്സിലായില്ല. മോശമായി പോലെ ഞാൻ അപ്പോഴേ സോറി പറഞ്ഞു. ചേച്ചിയുടെ സിസ്റ്റർ അല്ല, സിസ്റ്ററിന്റെ ബ്രദറാണ്. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ആകെപ്പാട് ഇന്റർവ്യൂ വെച്ച് ഒരേ കൊച്ചിയെ കിട്ടിയത്. നമ്മളെല്ലാവരും സെറ്റ് ആകുമ്പോ നമ്മളൊരു കിടല ഇന്റർവ്യൂ ഞാൻ പിടിച്ചു നിൽക്കും ചേട്ടാ. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. ഈ സിനിമ കൊണ്ട് എന്റെ എല്ലാ ബിസിനസ്സും എനിക്ക് സൈഡാക്കണം. എനിക്ക് എന്നെ റൊണാൾഡോ ചേട്ടൻ 18 വയസ്സ് അന്ന് ചെയ്യുമ്പോ 18 28 വയസ്സ്. 10 വർഷം മുന്നേ 2-3 മില്യണൊക്കെ അന്ന് അടിച്ചു. ഇതൊക്കെ എന്ത്? അതുകൊണ്ടാണ് ഷോർട്ട് ഫിലിമിൽ എന്നെ വിളിച്ചത് പോലും. എടാ നിനക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഷോർട്ട് ഫിലിം. അതെ, ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. നമ്മളെ പറയുവാണല്ലോ, എന്റെ മനസ്സിൽ പോകുന്ന മീം ഏതായോ ജയറാമേട്ടിലെ മറ്റേ നമുക്കൊരു പാട്ട് കേൾക്കാം. ഓ ഇട്ടോളൂ ചേട്ടൻ പാട്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഹായ്, ഹലോ, നമസ്കാരം. ഒരു റൊണാൾഡോ ചിത്രം എന്ന പ്രമോഷന്റെ ഭാഗമായിട്ട് 4 അതിഥികളുണ്ട്. 4 പേർക്കും നമസ്കാരം. നമസ്കാരം. ഓക്കെ, എന്താ ചേട്ടാ ഒരു ചിരിയൊക്കെ? ഞാൻ നോക്കുമ്പോ കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ പറയുമ്പോ അവിടെ നിന്ന് പുച്ഛിക്കുന്ന പോലെ. അപ്പം റൊണാൾഡോ ചിത്രം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ആളുകൾക്ക് അറിയേണ്ടത് റൊണാൾഡോ ആയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം, എന്താണ് റൊണാൾഡോയ്ക്ക് ഈ സിനിമയിലുമായിട്ടുള്ള ബന്ധം? റൊണാൾഡോ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിന്റെ പേരാണ്. ഇതില് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അശ്വിനാണ്. അശ്വിൻ ഫുട്ബോളായിട്ട് യാതൊരു ബന്ധവുമില്ല. അവന് ഫുൾ ബന്ധവും സിനിമയായിട്ടാണ്. ഒരു സിനിമ സീക്കറാണ് അവൻ. ഒരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. റൊണാൾഡോ എന്ന് പേരിടാനുള്ള കാരണം ഇത് സിനിമയ്ക്കകത്തെ സിനിമകളാണ്. ഈ സിനിമയ്ക്കകത്തെ സിനിമകളാണ്. അപ്പൊ നമുക്ക് സാധാരണ സിനിമകളിൽ സിനിമ സംസാരിക്കുമ്പോൾ ആ ഡയറക്ടർ ചെയ്യുന്ന സിനിമ നമ്മൾ കാണാറില്ല. ഇതങ്ങനെയല്ല. നമുക്കിപ്പോ ഇവര് ചെയ്യുന്ന സിനിമകളും കൂടി കാണാം. അപ്പം ഈ സിനിമയിൽ വരുന്നത് ഒരു 7 എലമെന്റ്സ് ആണ്, 7 തീംസ് വരുന്നുണ്ട് ഇതിനകത്ത്. ആന്തോളജി പോലെയാണോ? ആന്തോളജി എന്ന് പറയാനും പറ്റില്ല. ഓ, ഒരു പുതിയ ജോണറാണ്. അപ്പോൾ ഒരു 7 ജോണർ ഇതിനകത്ത് വരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ആലോചിച്ചു 7 CR7. കാരണം ഒരു 7 എന്ന് പറയുന്ന നമ്പറിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയ ഒരാള് റൊണാൾഡോ. എന്തായാലും എനിക്കൊരു ക്യാരക്ടറിന് ഈ ക്യാരക്ടറിന് ഒരു പേരിടണം. അപ്പൊ എന്തുകൊണ്ട് റൊണാൾഡോ എന്ന് ഇട്ടുകൂടാ? അങ്ങനെ ഇട്ടുകൂടാന്നൊന്നുമില്ലല്ലോ. അപ്പൊ ആ റൊണാൾഡോ എന്ന് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ചിന്തിക്കും ഇത് ഫുട്ബോളായിട്ട് ബന്ധമുള്ളതാണോ. നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് ചിലപ്പോ വിട്ടങ്ങ് പോകും. ഇത് ഒന്ന് സ്റ്റക്കായി നിന്നിട്ട് 1 മിനിറ്റെങ്കിലും ഒന്ന് ചിന്തിക്കണമല്ലോ. നമ്മളൊരു പേരിടുകയാണ് എന്തായാലും. അത് എന്തുകൊണ്ട് ചിന്തിക്കാവുന്ന ഒരു പേര് ഇട്ടുകൂടാ എന്നുള്ള രീതിയിലാണ് റൊണാൾഡോ എന്നിടുന്നത്. അതിന്റെ റീസൺ അതാണ്. ഒരു 7 എലമെന്റ്സ് ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് പേര് വേണമെങ്കിലും ഇടാം. അപ്പൊ ബാബു എന്ന് പേരിട്ടിട്ട് ഒരു ബാബു ചിത്രം ഇടാം. പക്ഷെ റൊണാൾഡോ എന്ന് ഇടുമ്പോ ഉണ്ടാവുന്ന ഒരു അട്രാക്ഷൻ ഈസിയാണ്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് പലരും വിചാരിച്ചിരുന്നത് ഫുട്ബോൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കും എന്നാണ്. അങ്ങനെയല്ല. ഇപ്പൊ നമ്മളത് ബ്രേക്ക് ചെയ്യാണ്. പിന്നെ സിനിമയായിട്ടുള്ള ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടല്ലോ. റൊണാൾഡോ ഉച്ചക്ക് എന്താ കഴിച്ചേ? ഉച്ചക്ക് എന്താ കഴിച്ചേ? ഞാൻ വിചാരിച്ചു പുട്ടും എല്ലാം കഴിച്ചായിരുന്നു. അപ്പം ക്യാരക്ടറിനെ പറ്റി പറയും. ക്യാരക്ടർ ഇപ്പം ചേട്ടൻ പറഞ്ഞത് തന്നെയാണ്. ഈ സിനിമയുടെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഒരു സിനിമ സ്വപ്നം കണ്ടു കിടക്കുന്ന ഒരാള് അയാൾക്ക് തിയേറ്ററിൽ ഒരു റൊണാൾഡോ ചിത്രം എഴുതി കാണിക്കുക, അതാണ് അയാളുടെ അൾട്ടിമേറ്റ് ഡ്രീം. അപ്പം അതിനുവേണ്ടി നടക്കുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ്. എനിക്ക് തോന്നുന്നു സിനിമയെന്നല്ല, പാഷന്റെ പുറകെ നടക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഈ പടം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും. അതിൽ നമുക്കുണ്ടാവുന്ന റിജക്ഷൻ,
അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന സർപ്രൈസസ് ഉണ്ടാകുന്ന ലൈഫിൽ ഉണ്ടാകുന്ന ട്വിസ്റ്റ് അങ്ങനെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതാണ് എൻ്റെ ക്യാരക്ടറും ഇതിൻ്റെ ഞങ്ങളുടെ ഈ പാർട്ട് ഓഫ് ഇതെന്ന് പറഞ്ഞത്. ഞങ്ങളെന്ന് പറഞ്ഞത് നമുക്ക് ഉണ്ടാവില്ല, നമ്മുടെ പാഷന്റെ പുറകെ കട്ടയ്ക്ക് നടക്കുമ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാള്, ആ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് ചൈതന്യ. റിയൽ ലൈഫായിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ട് ഈ സിനിമ? എൻ്റെ ലൈഫായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഇതില് ചൈതന്യയുടെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പൊ എൻ്റെ വൈഫ് ഈ സിനിമ കണ്ടപ്പോൾ അവർക്ക് ഏറ്റവും ഇമോഷൻ ആയതും കണക്ട് ആയതും ചൈതന്യയുടെ ക്യാരക്ടറാണ്. പിന്നെ റിനോയ് ചേട്ടൻ്റെ വൈഫും ഇത് തന്നെയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഈ പറയുന്ന പോലെ പാഷന്റെ പുറകെ നടക്കുന്നവർക്കൊക്കെ കൂടെ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരാൾ ഉണ്ടാവുമല്ലോ, അതാണ് ഈ ക്യാരക്ടർ. അത് ചൈതന്യ ഭയങ്കര എന്താ പറയാ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. റിയൽ ലൈഫിലും ചൈതന്യ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് നമ്മൾ ഈ ഓരോ വീഡിയോസ് വരുമ്പോഴും അറിയാം. അപ്പം ഇപ്പം വേറൊരാളെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസും കൂടെ കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ ക്യാരക്ടർ എത്തിയത് ചൈതന്യയിലേക്ക്? എനിക്ക് എന്നെ റൊണാൾഡോ ചേട്ടൻ റിനോയ് ചിത്രത്തിലെ പറച്ചില് വിളിച്ചാണ് റിനോയ് ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു. എൻ്റെ പോർഷൻ മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യാരക്ടറായിട്ടാണ്, ഭയങ്കര ഒരു നല്ല സിമ്പിൾ ഹംബിൾ നല്ലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് റിനോയ് ചേട്ടൻ പറയുകയും ചെയ്തു അശ്വിൻ ചേട്ടനാണ് പേര് വരുന്നത്. ഞാൻ പറഞ്ഞു ഡബിൾ ഓക്കെ സന്തോഷം. അങ്ങനെ ക്യാരക്ടർ ഞാൻ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ. ഈ സിനിമയായി ബന്ധപ്പെട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഇനാഗ്രേഷന് വരുമ്പോഴാണ് ചൈതന്യ അവിടെ ഒരു വൈറ്റ് ഹുഡിയൊക്കെ ഇട്ടിട്ട് അന്ന് ഒരു ഫോട്ടോ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇനാഗ്രേഷനായി ബന്ധപ്പെട്ടിട്ട്. അന്ന് ചൈതന്യക്ക് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു, എന്തോ മാരക അസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ന്യൂസസ് വന്നു. ശരിക്കും ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒരു എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ? എന്താണ് ഇപ്പോൾ ബെറ്ററാണ്. ഇപ്പം എനിക്ക് ലേറ്റസ്റ്റ് ഒരു സർജറിയും കൂടെ നടന്നിട്ടുണ്ടായി. ഇപ്പോൾ ബെറ്ററായി വരുന്നു. അത് ആക്ച്വലി ഇനാഗ്രേഷൻ അല്ലായിരുന്നു, അതൊരു പാനൽ ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്താമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇതുപോലെ തലയിൽ കെട്ടിയിട്ട് ഹുഡി ഇട്ടിട്ട് പോയതാണ്. അത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മീഡിയാസിൽ വൈറലാകും, ഐ മീൻ എല്ലാവരും ഇങ്ങനെ അത് ഷെയർ ചെയ്യുന്നു വിചാരിച്ചിട്ട് പോയതല്ലേ. ഞാൻ അവിടെ എത്തുന്ന വാക്ക് കൊടുത്തപ്പോൾ ഞാൻ അവിടെ സർജറി, എനിക്കൊരു പ്രീ ഓറിക്കുലർ സൈനസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിന്റെ സർജറി കഴിഞ്ഞിരുന്നു. അത് എങ്ങനെയാ വന്നത്? അതെനിക്ക് ബൈ ബർത്ത് ഉള്ളതാണ്. അതെ അതെ, എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഉള്ളതാണ്. പക്ഷെ ഒരു 2 years മുന്നെയാണ് അത് ആദ്യമായിട്ട് ഇൻഫെക്റ്റഡ് ആവുന്നത്. അങ്ങനെ ഇപ്പൊ ഓക്കെ ആണ്, ഇപ്പൊ ബെറ്റർ ആയി വരുന്നു. അർജുൻ ചേട്ടാ എന്താണ് കാര്യമായിട്ട് കേൾക്കുന്നത്? അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് കേൾക്കാം. രോഗാവസ്ഥ ചില സീരിയസ് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് തമാശക്ക് ഞാൻ തമാശയും തമാശക്ക് എടുക്കും. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം. ഓക്കെ, പെട്ടെന്ന് മറവി രോഗമുള്ള മനുഷ്യനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അർജുൻ ചേട്ടന് അതെന്താന്നറിയാമോ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു, കഥകളൊക്കെ പറഞ്ഞു. മറ്റേ ചേച്ചിയുടെ സിസ്റ്റർ അല്ലേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചിയുടെ സിസ്റ്റർ അല്ല, അനന്യ ചേച്ചിയുടെ ബ്രദർ അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക് എന്നെ 7 അയലോക്കത്ത് കണ്ടപ്പോ അല്ല ചേട്ടാ, സത്യം പേരെന്താ പറഞ്ഞേ? സിമി. കണ്ടോ, പേര് അറിയത്തില്ല. അല്ല, സിമി എന്റെ അടുത്ത് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ കണ്ടെന്നാ. ഞാൻ തിയേറ്ററിൽ കയറിയിട്ട് 2 മാസം കണ്ടായടാ. ഇല്ല ഇല്ല, ഏത് സിനിമയാണെന്നാ? ഏത് സിനിമ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മള് നമുക്ക് എല്ലാവർക്കും മറവിയുണ്ട്. സിനിമയുടെ പേര് മാത്രമേ ഞാൻ മറന്നിട്ടുള്ളൂ. മോശമായി പോയി. ഞാൻ അപ്പോഴേ സോറി പറഞ്ഞു. അപ്പൊ അത് ജാട ഞാൻ ആക്ച്വലി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ നമ്മള് അങ്ങനെയുള്ള ആദ്യം മനസ്സിലായില്ല. പക്ഷെ വേറെ രണ്ട് നമുക്കും ജാട എടുക്കാലോ അശ്വിൻ ചേട്ടാ. ശരിയാക്കി തരാം. അടുത്ത ചാൻസ് സിമിക്ക് ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ? നമ്മൾ പണ്ട് കണ്ടത് എപ്പോഴും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധത്തില് ആണല്ലേ. നമ്മൾ കാണാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനി നമ്മൾ ഒരിക്കലും മറക്കില്ല സിമി. ചേട്ടാ വേറൊരു കാര്യം കൂടി പറയാം. ചേട്ടൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുവാണെങ്കിൽ ചേട്ടാ ഒരു ഇന്റർവ്യൂ തരുമെന്ന് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ അയച്ചു തുടങ്ങിയതാണ്. ഇത് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് അപ്പൊ ചേട്ടാ ക്യാരക്ടറിലേക്ക് വരും. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ആകെപ്പാട് ഇന്റർവ്യൂ വെച്ചു. പക്ഷെ അത് തന്നിട്ടുമില്ല, ആ മെസ്സേജ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടുമില്ല. സോറി. ഇത് ഈ സിനിമ ഹിറ്റ് ആവുന്നു. ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സെറ്റ് ആവുമ്പോ നമ്മളൊരു കിഡ്ല ഇന്റർവ്യൂ ഞാൻ വിശ്വസിച്ചു. അപ്പൊ ക്യാരക്ടറിനെ പറ്റി പറയും.
ഓക്കെ, ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കേണ്ട നേരെ ഓപ്പോസിറ്റ് ആണ്. യദു ഒരു പാവം പിടിച്ച പയ്യനാണ്, എന്നെ പോലെ തന്നെ. അവൻ ചില സത്യങ്ങൾ ആർക്കും ഇഷ്ടാവില്ല, കുഴപ്പമില്ല. ഞെട്ടിക്കുന്ന സത്യങ്ങൾ അപ്പൊ അല്ല, അവൻ പാവം പിടിച്ച പയ്യനാണ്. അവനൊരു ചെറിയ പ്രണയമൊക്കെ ഉണ്ടാവുന്നു. ആ പ്രണയം കൊണ്ട് അവന്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, അവിടെ നിന്ന് അവൻ എങ്ങനെ ട്രാവൽ ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്ന് പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാം. അതാണ് യദുവിനെ പറ്റി പറയുന്ന എൻ്റെ ഒരു കുഞ്ഞിക്കഥ. അപ്പൊ ചേട്ടൻ പറഞ്ഞ 7 കഥകളിൽ ഒരു കഥ. റിയൽ ലൈഫിലും പ്രണയിച്ചല്ലേ കല്യാണം കഴിച്ചേ? അല്ല, എല്ലാവരുടെയും തോട്ടം അങ്ങനെയാണ്. ഇല്ല, ഞങ്ങളുടെ അറേഞ്ച് മാരേജ് എല്ലാവരുടെയും തോട്ടം അങ്ങനെയാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു. അതെ അതെ അതെ. ഇവൻ അശ്വിനും ചോദിച്ചു. അശ്വിനൊക്കെ അറിയാം എന്റെ വൈഫിനെ. ഇവൻ അശ്വിൻ പോലും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രണയിച്ചെന്ന്. അല്ല, ഞങ്ങൾ കണ്ടതിന് ശേഷം, കല്യാണം ആലോചിച്ചതിന് ശേഷം ഒരു ടൈം എടുത്തിരുന്നു. കൊറോണ കാര്യങ്ങളിൽ ആളുടെ അച്ഛൻ മരിക്കുകയുണ്ടായി, അങ്ങനെ പല റീസൺസ് കൊണ്ട് അങ്ങനെ. അപ്പൊ മേ ബി അതായിരിക്കാം അതൊരു പ്രണയമായിട്ടില്ല. അതെ, എന്നും പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അനന്യ ചേച്ചി എന്ത് പറയുന്നു? സുഖമായി. ഈ സിനിമ കണ്ടിരുന്നോ അതോ കാണിച്ചിരുന്നോ? ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വിളിച്ചില്ല, എന്നെ ആർക്കും വേണ്ട. അല്ല, പ്രിവ്യൂന് വിളിച്ച എങ്ങനെയാ? മെസ്സേജ് കാണാത്ത ആള് ഫോൺ കോൾസും കാണില്ലല്ലോ, തിരക്കല്ലേ? ആക്ച്വലി ഞാൻ ശരിക്കും പറയാൻ ഇങ്ങനെ ഇടയ്ക്ക് പ്രൊമോഷൻസിനൊക്കെ വിളിച്ചിട്ട് പോകുമ്പോൾ ഞാൻ പറയും എല്ലാവരുടെ ശരിക്കും ഞാൻ കാണാൻ ഭയങ്കരമായിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണ്. എൻ്റെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, വളരെ വൈകി ഒരു പ്രൊമോഷനിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രണയവും വിരഹവും എല്ലാം ഉൾപ്പെടുന്ന കുറേ പല സീക്വൻസുകളാണ് ഈ സിനിമ ഒത്തുചേർക്കുന്നത്, ഒരു മാല പോലെ. ഈ മാലയിലെ മറ്റുള്ള മുത്തുകളെ കാണാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. ഇതുവരെ കണ്ടിട്ടില്ലേ? എന്റെ മുത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മാലയിലെ. ആ മുത്തിന്റെ പേരെന്താ? ഓക്കെ, ആ മുത്തിന്റെ പേര് അത് പറയാം. എന്റെ സിനിമയുടെ പേരാ. സിനിമയിലെ പേരിന്റെ പേരെന്താ? പേര് അമ്മു. ഞാൻ മറന്നുപോയി. അല്ല, ശരിക്കും ചേച്ചിയുടെ പേരും ഏകദേശം അങ്ങനെയല്ലേ? എന്താ വിളിക്കുന്നത് ആളെ? എന്റെ ചേച്ചിനെ അല്ല, ഹസ്ബൻഡ് വൈഫിനെ മൊത്തം തെറ്റാണല്ലോ. വൈഫിനെ എന്താ വിളിക്കുന്നത്? വൈഫിനെ ഞാൻ മാധു. അതെ, അമ്മു മാധു അങ്ങനെ വളരെ അടുത്താണ്. അമ്മു മാധു ഏകദേശം വളരെ സെയിം ആണല്ലേ? കൊച്ചു കളി, അത് മനസ്സിലാക്കി. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് കൊണ്ട് കുഴപ്പമില്ലാണ്ട് പോണു. സിനിമ ഇങ്ങനെ ചാൻസ് ചോദിച്ച് ഇങ്ങനെ തെണ്ടി നടക്കുമ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് ചെയ്യുന്നതാണ് ബിസിനസ്. അതാണ് ഞാൻ ഒരു ബിസിനസ്സുകാരനൊന്നും അല്ല. നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയില്ല. പല ബിസിനസ് ചെയ്ത് പൈസയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് കിട്ടുന്നു, ഇങ്ങനെയാണ് ജീവിതം പോകുന്നത്. പക്ഷെ സിനിമ ഒന്ന് സെറ്റ് ആവുന്നവരെ ഈ സിനിമ കൊണ്ട് എന്റെ എല്ലാ ബിസിനസ്സും എനിക്ക് സൈഡാക്കണം. ഇല്ലെങ്കിൽ ഇനിയും പൈസ പോകുന്നു. എല്ലാ ബിസിനസ്സും സൈഡാക്കണോ? അത് ശരിക്കും പാട്ടാണോ അഭിനയാണോ എന്ന് ചോദിച്ചാൽ ഏത് ചൂസ് ചെയ്യും? അഭിനയിച്ച് പാടിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പാട്ടുപാടി അഭിനയിക്കുന്നതാണ് എനിക്കിഷ്ടം. പാട്ടുപാടി അഭിനയിച്ചോട്ടെന്ന് ചോദിച്ചിട്ടില്ല സാറിനോട്? പിന്നെ ചേട്ടനോട് ചോദിച്ചു, അതുപോലെ തന്നെ ചേട്ടൻ മൈൻഡ് ചെയ്തില്ല. അത് നിനക്കിപ്പോ റോൾ വന്നിട്ടുണ്ടെങ്കിലും വരിക ചേടാ എന്ന് പറഞ്ഞ ആട്ടി വിട്ടു. ഞാനത് കാര്യമാക്കില്ല. അതിനുശേഷം ഞാൻ ഡയറക്ടറിനോട് ചോദിച്ചു. പറഞ്ഞു, എടാ എന്റെ ആദ്യത്തെ പടമാണ്, ഞാൻ നല്ല പിള്ളേരെ വെച്ച് പാടിച്ചോട്ടെ എന്ന് പറഞ്ഞ ഹരിചരണും നിങ്ങളുടെ പാട്ട് മുമ്പേ കേട്ടിട്ടുണ്ട്. അതാ അർജുൻ പക്ഷെ നല്ല പാട്ടുകാരനാണ്. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടനോട് എനിക്ക് എന്തും ചോദിക്കാം. കാരണം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് ഒരു 10 വർഷം മുന്നേ സിനിമ ആഗ്രഹിച്ച് തുടങ്ങിയ എന്റെ സമയത്ത് 2014 ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ സ്ട്രഗിൾ ലൈഫ്. അല്ല, ആ ഷോർട്ട് ഫിലിം കൊണ്ടല്ല കേട്ടോ. ആ ഷോർട്ട് ഫിലിം ഹിറ്റ് ആയിരുന്നു. ഒരു 2-3 മില്യൺ ഒക്കെ അന്ന് അടിച്ചു. ഏത് ഇത്രയും കാലത്ത് യൂട്യൂബ് ഒന്നും ഇല്ലാത്ത, അല്ല യൂട്യൂബ് ഉണ്ടായിരുന്നു, സെറ്റപ്പ് അല്ലാത്ത സമയത്ത്, ജിയോ ഇല്ലാത്ത സമയത്ത് അന്ന് 3 മില്യൺ അടിച്ചാണ് ഞങ്ങളൊക്കെ. പഴയ ആൾക്കാരാ. അല്ല, വേറൊരു കാര്യം കണ്ടുണ്ട്, വയസ്സ് പ്രായമൊക്കെ ആയി വരുന്നു. അല്ല, അന്ന് ഞാൻ ചെയ്യുമ്പോ 18 വയസ്സ്, ഇന്ന് 28 വയസ്സ്. എത്ര? ഇന്ന് 18 വയസ്സ്. അന്ന് ചെയ്യുമ്പോ 18, ഇന്ന് 28 വയസ്സ്. 10 വർഷം മുന്നേ. കോളേജോടൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതാ വയസ്സ് ആസിഫിക്കൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞൽദോ നിങ്ങൾ ഒരുമിച്ചല്ലേ ചെയ്ത്? അത് ചെയ്യുമ്പോ ആസിഫിക്ക് ഒരു 30s ഒക്കെ ഉണ്ടല്ലോ, 30-32 ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെയ്യാൻ പറ്റും. ഒരു 2-3-4 വർഷം കൂടി വേഗം വരട്ടെ. ഇവിടെ കോളേജ് വേഷം ചെയ്യാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുന്നു. ചേട്ടൻ അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ? ബോഡി മേക്ക് ഓവർ? ഇത് വരാത്ത കാരണമാണ് ഞാൻ മേക്ക് ഓവർ ചെയ്തത്. ഇതുപോലത്തെ വന്നു നോക്കിയേ.
ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ മേക്ക് ഓവർ ചെയ്യാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്, ഒന്ന് വിളിക്കൂ. അല്ല, കുഞ്ഞൽദോ ചെയ്യുമ്പോ എനിക്ക് 74-73 കിലോ ഉണ്ടായിരുന്നു. അന്ന് മാത്തുക്കുട്ടി പറഞ്ഞത് ഇതിനകത്തേക്ക് എടുക്കണമെങ്കിൽ ഒരു റീസൺ ഞാനൊരു 8 കിലോ 7 കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അന്നേ ഒരു 67-65 ഒക്കെ ആക്കിയിരുന്നു. സ്കൂളല്ലേ 11th 12th ഒക്കെ കാണിക്കണേ ആസിക്കയുടെ കൂടെ ഒക്കെ ആദ്യം. ഞാൻ കണ്ടിട്ടുണ്ട് പടം. അപ്പൊ അതിനു വേണ്ടി കുറയ്ക്കും. ഒരു 2 മാസമൊക്കെ മതിയല്ലോ. പോരടാ, സപ്പോർട്ട് ചെയ്യണ ഒരു പടം ഉറപ്പായിട്ടും അല്ലേ 3 മാസമെങ്കിലും വേണ്ട ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട്. അല്ല അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന ഇതനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ അനുരാഗം എന്ന് പറയുന്ന പടത്തിന് ഞാൻ 21 ദിവസം കൊണ്ടാണ് ഞാൻ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ്. അപ്പൊ നീ ഡയറ്റും വർക്കൗട്ടും ചെയ്തു? ഡയറ്റ്, വർക്കൗട്ട്, ഡാൻസ്. വർക്കൗട്ടൊക്കെ മൂന്ന് തവണ, ഡാൻസ്. അങ്ങനെ ഭയങ്കര ഹെൽത്തി അല്ല, പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻ വന്നത്. നേരെ കുറച്ച് ഹെൽത്തി ആയിട്ട് മാറണമെങ്കിൽ 3 months വേണം. 3 months ആണെങ്കിൽ ഒരു ഇതാണെങ്കിൽ ഓക്കെയാണ്. ഈസി ഗോ. സാർ, ഇതിനകത്ത് പോസ്റ്ററിൽ ശ്രദ്ധിക്കുമ്പോൾ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളെ കാണുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെയും കൂടെ ഡ്രീം ആയിരിക്കുമല്ലോ ഈ സിനിമ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടോ? സിനിമയ്ക്കകത്ത് ഒരു സിനിമയിലെ ഒരു കഥാപാത്രമാണത്. അപ്പം ഒരു കഥയാണ്, അത് വേറൊരു അതൊരു ഫീൽ ഗുഡ് സംഭവമാണത്. ഇതിനകത്ത് പറഞ്ഞതുപോലെ പല ജോണറുകളാണ്. അപ്പം ആ ക്യാരക്ടർ ഈ സിനിമയായിട്ട് ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. സിനിമയ്ക്കകത്ത് ഒരു കഥയാണ്. സിനിമയ്ക്കകത്ത് ഒരു കഥ മാത്രം. അദ്ദേഹത്തിന് ഫുൾ സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇല്ല. ഈ അശ്വിൻ ചേട്ടൻ്റെ സിനിമകളൊക്കെ ഞാൻ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ പ്രണയമുണ്ട്. ഒരു സിനിമയുടെ പേര് തന്നെ അനുരാഗം, അങ്ങനെ ആണല്ലോ. ഈ ശരിക്കും റിയൽ ലൈഫിൽ പ്രണയം ഉള്ളത് കൊണ്ട് ഇത്തരം പ്രണയങ്ങൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. എനിക്ക് ആയിരിക്കും ചിലപ്പോ. എനിക്ക് അങ്ങനെ ഞാൻ കൂടുതൽ കാണുന്ന സിനിമകള് പ്രണയ സിനിമകളല്ല. ഞാൻ കൂടുതൽ എനിക്ക് ഭയങ്കര ഗോർ വയലൻസ് അല്ല, അല്ലാതെ എനിക്ക് ആക്ഷൻ മാസ് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. ആണല്ലേ? പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പുറത്ത് സിമിയുടെ ഇപ്പുറത്ത് ഇരിക്കണതേ മറ്റേ പഴയ കുണ്ടറ ജോണി ചേട്ടനൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചോദിച്ചാലും ചേട്ടൻ ഇങ്ങനെ ലൈഫിൽ കൊലപാതകങ്ങളും ഇടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ഇങ്ങനെ, അപ്പൊ എന്ത് ചോദിച്ചാണ് സിമി ഒരു വില്ലനാണ് ഇപ്പുറത്തിരുത്തി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ഉള്ളത്, ഈ വില്ലന്മാരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സ് ചെറുതാണ്, അവർ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് പറയുന്നത്, ക്രൂരന്മാരല്ലാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ ചോദിക്കാലോ ചേട്ടാ, ഞാൻ പിടിച്ചു നിൽക്കും ചേട്ടാ. അല്ല, എനിക്ക് അങ്ങനത്തെ സിനിമയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എനിക്ക് പ്രണയം, ലവ് എന്ന് പറയുന്ന ഇമോഷൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ കുറെ അങ്ങനത്തെ ജോണറിലുള്ള സിനിമകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും ഞങ്ങളെ രണ്ടുപേരുടെ ഇതിനകത്തെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് ചീസി ലവ് സ്റ്റോറി അല്ല, പക്ഷെ നമുക്കറിയാം ഇവര് നല്ല പേഴ്സാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ബോണ്ടിങ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം എനിക്കങ്ങനെ വരുന്നുണ്ട്, അങ്ങനത്തെ സിനിമകൾ കിട്ടുന്ന സന്തോഷമുള്ളൂ. പക്ഷെ ഞാൻ ഒരു ഭയങ്കര റൊമാൻറ്റിക് മൂവി ലവർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കാണുന്ന എന്റെ നെറ്റ്ഫ്ലിക്സിലെ ഹിസ്റ്ററിയിലും ഇതിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ കൂടുതലും ഫൈറ്റും അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടികളാണ് കൂടുതൽ. അർജുനന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, അതായത് നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ എന്തായിരിക്കും കാണാൻ പറ്റുക? എന്റെ ഹിസ്റ്ററിയില്ല. ഞാൻ ഇപ്പൊ ലാസ്റ്റ് നോക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. സത്യമായിട്ടും അങ്ങനെ പല കാര്യം ഞാനിങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവും. ചില കച്ചവടമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ഏതെങ്കിലും പിള്ളേരെ പറ്റിയായിരിക്കാം. ഇപ്പൊ നേരത്തെ നോക്കിയത് നമ്മുടെ ഡ്രാഗന്റെ ഡയറക്ടർ പ്രദീപ് ഡ്രാഗന്റെ ആക്ടർ പ്രദീപ് രംഗനാഥ്. പുള്ളിയെ പറ്റി ഞാനിപ്പോ ഒരു മണിക്കൂർ മുന്നേ അങ്ങനെ പലതും ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ചൈനയുടെ GDP, ഇന്ത്യ എന്ന് ചൈനയെ മറികടക്കും, ഇല്ല ഒരു കാര്യമില്ല. അതാ പറയണേ, അങ്ങനത്തെ ഒരു കാര്യമില്ലാത്ത ഹിസ്റ്ററിയാണ് എന്റെ ഹിസ്റ്ററി. തപ്പരുത് മുട്ടി, തപ്പരുത്. എന്റെ സിനിമ ഹിസ്റ്ററിയാണ് ചോദിച്ചത്. സൂര്യടാ, നീ കാണുന്ന സിനിമ ഞാൻ കാണുന്ന വാച്ച് ഹിസ്റ്ററിയോ ഇല്ല, അത് എല്ലാം കാണും കേട്ടോ, എല്ലാം കാണും. എനിക്ക് ഭയങ്കര കൊലപാതകങ്ങൾ, നല്ല രസമുള്ള കൊലപാതകങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടമാണ്.
സൈക്കോ ആണോ നിങ്ങള്? അങ്ങനത്തെ കൊലപാതകങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടം. വെറുതെ ചുമ്മാ കൊന്നിട്ട് പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലത് കാണാൻ. കൊല്ലുമ്പോൾ അതിനൊരു ആർട്ട് ഉണ്ടാവണം. അല്ലേ ആ ആർട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കൊലപാതകം കാണും. അല്ലെങ്കിൽ പ്രണയ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പ്രണയങ്ങളൊക്കെ ഉള്ള നല്ല സിനിമകൾ ഇഷ്ടമാണ്. എല്ലാ ജോണറും പിടിക്കും. കോമഡി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഒക്കെ 2000-ലും ലാലേട്ടൻ്റെ ഒക്കെ 90-കളിൽ 2000-ലേക്ക് ഇറങ്ങിയ സിനിമകളായിരിക്കും ഞാൻ ഇപ്പോഴും വൈകുന്നേരം ഒരു 9 മണി 9:30 കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോ നമുക്ക് എല്ലാരും അങ്ങനെ അല്ലേ? ഫുഡ് കഴിക്കുമ്പോ ഒരു കോമഡി. എനിക്ക് വേറൊരു ശീലമുണ്ട്. ഭയങ്കര വിശന്ന് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ അടിക്കും, ജഗതി ഫുഡ് കോമഡി എന്ന് അടിക്കും. ജഗതി ചേട്ടൻ ഭക്ഷണം കഴിക്കുന്ന കോമഡി സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ആ പുള്ളി ആസ്വദിച്ച് കഴിക്കുന്നതും എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതൊക്കെ ഭയങ്കര എനിക്ക് ഹൈ കിട്ടും. ഈ ഇടയ്ക്ക് ആരോ ഞാൻ പറഞ്ഞു കേട്ടു, ജഗതി ചേട്ടൻ ചിക്കൻ കാല് കടിച്ചു വലിക്കുന്ന കണ്ടാൽ നമുക്കും കഴിക്കാൻ തോന്നും എന്നുള്ളത്. ചിക്കൻ കാല് മാത്രമല്ല, ഈവൻ ഒരു ചിപ്സ് കഴിക്കുമ്പോ പോലും ഉണ്ട്. എനിക്ക് പുള്ളി കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് ആ ക്രേവിങ് വരും, പെട്ടെന്ന് നമുക്ക് അത് തിന്നാൻ തോന്നും. അല്ല, അത് ഞാൻ വേറൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ജഗതി ചേട്ടൻ ഭക്ഷണം കഴിക്കുന്ന 9 ടൈപ്പ്. നമുക്കൊക്കെ സിനിമയിൽ ചിലപ്പോൾ ഞാൻ ഇടുകയാണെങ്കിൽ 1-2, പിന്നെ ഡയറക്ടർ തല്ലിയാൽ ചിലപ്പോൾ ഒരു 3 ടൈപ്പൊക്കെ വരുമായിരിക്കും മാക്സിമം കഷ്ടപ്പെട്ട്. പുള്ളിയുടെ വെറുതെ പുള്ളി ചെയ്തൊരു 9 ടൈപ്പ് ഫുഡിങ് ഇങ്ങനെയൊക്കെ പുള്ളി ഒരു ആവശ്യമില്ലാണ്ട് നാക്കൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതാ ചിക്കൻ കാല അടിക്കുമ്പോ ഒന്നായിരിക്കും, ഒരു ഉരുട്ടി ഇടുമ്പോ വേറെ ആയിരിക്കും, വേറെ ആയിരിക്കും, പഴം ഒറ്റയടിക്ക് വിഴുങ്ങിയ വേറെ ആയിരിക്കും, പഴവും അതുപോലെ മുട്ട സർ. ഈ സിനിമ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആർട്ട് ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈപ്പുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകാതെ സാധാരണ നമ്മുടെ കൂട്ടത്തിലുള്ള, ഇപ്പൊ ഇവരൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലെയാണ്. അപ്പൊ ഇവരെ ചൂസ് ചെയ്യാനുള്ള കാരണം ഒറ്റ കാരണം ഞാൻ പറഞ്ഞോട്ടെ, ഒരേ ഒരു കാരണം, കഴിവുള്ള പിള്ളേരായിരുന്നു പുള്ളിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഷോർട്ട് ഫിലിം എന്നെ വിളിച്ചത് പോലും. എടാ നിനക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഷോർട്ട് ഫിലിം. അതെ, ആ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ ഇനി ഇതെങ്കിലും നീ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അല്ല, കഴിവുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ സെലക്ട് ചെയ്തത്. എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നിന്നെ സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ്. ആണോ? ഇത് കേൾക്കാൻ വേണ്ടി ചോദിക്കുന്നു. അല്ല, ഇനി ചേട്ടൻ പറഞ്ഞോ. ആപ്റ്റായിട്ടുള്ള ആൾക്കാര് ആണ്. നമ്മൾ സ്റ്റാർഡും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഇതിനകത്ത്. നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന്. കറക്റ്റ് ആപ്റ്റായ ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മളെല്ലാം വാച്ച് ചെയ്തിട്ടാണ്. ഇപ്പോൾ അശ്വിൻ ചെയ്ത റൊണാൾഡോയുടെ ക്യാരക്ടർ, അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞായിരിക്കണം, മടിയിലൊക്കെ കിടക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞായിരിക്കണം, അപ്പന്റെ അടുത്ത് കുറച്ചൊന്ന് പേടിച്ചൊക്കെ നിൽക്കണം, ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോകുമ്പോ മറ്റേ എന്താ പറയാ ഒരു ടെൻഷനും കാര്യങ്ങള്, അമ്മായിപ്പന്റെ അടുത്ത് നിൽക്കുമ്പോ വേറൊരു മോഡ്, നായികനെ കാണുമ്പോ കുറച്ച് കലിപ്പൻ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇവന് പറ്റും എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് അശ്വിനെ സെലക്ട് ചെയ്യുന്നത്. എല്ലാവരെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെയാണ്. ഒരു സ്റ്റാർസിനെ കിട്ടാഞ്ഞിട്ട് ഒന്നുമല്ല, ഈ സിനിമയിലെ എല്ലാവരെയും കാസ്റ്റ് ചെയ്തത് ബെസ്റ്റ് അവരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈവൻ അഭിനയിക്കുമ്പോ പോലും പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് റിയാക്ഷൻ ഇടുവെന്ന് നമ്മളെ പറയുവാണ്. എന്റെ മനസ്സിൽ പോകുന്ന മീം ഏതായോ, ജയറാമേട്ടനെ പറ്റി ഇവിടെ എല്ലാം പോവും. അത് വരല്ലേ എടാ ശരിക്കും അഭിനയിക്കുമ്പോ പോലും ചേട്ടൻ നമുക്ക് തരുന്നൊരു സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ ചേട്ടാ ഇപ്പൊ ചിലപ്പോ ഒന്ന് എവിടെയെങ്കിലും അനങ്ങിയത് കറക്റ്റ് അല്ലെങ്കിൽ ചേട്ടാ അത് ഓക്കെ ആണോന്ന് ചോദിക്കുമ്പോൾ പുള്ളി നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പിന്നെയും റീടേക്ക് പോകാനായിട്ട് ചേട്ടൻ സഹായിച്ചിരുന്നു. ചേട്ടാ ഒന്നുകൂടി ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. മേ ബി അതൊരു ഫ്രണ്ട്ഷിപ്പ് കാരണമായിരിക്കാം, അത് എല്ലായിടത്തും നടക്കില്ലായിരിക്കാം. എനിക്കൊക്കെ ഭയങ്കര പേടിയാ. ഒന്നാമത് നമ്മൾ ഒരു സ്ഥലത്തും എത്താത്തൊരു ആക്ടർ ആയത് കാരണം മറ്റൊരു ഡയറക്ടറിന്റെ അടുത്ത് എത്തുമ്പോൾ ചോദിക്കാൻ പേടിയാ. ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ചേട്ടൻ നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ചേട്ടൻ തന്നൊരു കംഫർട്ടബിലിറ്റി, ഒരു സോൺ വാസ് സോ ഗുഡ്. അതുകൊണ്ട് തന്നെ എനിക്കത് അതിന്റെ ഔട്ട് വന്നപ്പോഴും ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറഞ്ഞു, ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുപ്പിച്ച ആരാണ്? അങ്ങനെ ആരുമില്ല.
ആരുമില്ല, എല്ലാരും 1-2 ഷോട്ടിലൊക്കെ നോർമലാ. ഞാൻ ഇങ്ങോട്ട് മാറി. ഞാൻ പക്ഷെ ചേട്ടനോട് കുറെ പറ്റേ ചേട്ടാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം വേണോ അങ്ങനെയൊക്കെ കൺഫ്യൂഷനൊക്കെ ആക്കും ചിലപ്പോ. അപ്പൊ നമ്മള് ഡിസിഷൻ എടുക്കണം, അത് വേണോ ഇത് വേണോ ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ചേട്ടൻ ചോദിക്കും ഇങ്ങനെ, അത് ഇതിൽ ഏതാണ് അത് ഒരു സാധനം ഉണ്ട് കേട്ടോ, വേറെ ഒരു സാധനം. അല്ല, ലാസ്റ്റ് ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അല്ല അതല്ല, നമുക്ക് അങ്ങനല്ല, നമ്മൾ ഈ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ പെർഫോം ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ഇവർക്ക്, കാരണം എന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മുൻപുള്ള ഒരു സിനിമ എന്റെ ഫസ്റ്റ് സിനിമയാണെങ്കിൽ ചേട്ടനെ സംബന്ധിച്ച് ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾ ഇതിനു മുൻപ് സിനിമകൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത നമ്മുടെ വർക്കൗട്ട് ആയ ചില റിയാക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും, എന്താ സാധനങ്ങൾ. അപ്പോ നമുക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും, ഏതാ വേറൊരു ഓപ്ഷൻ തരട്ടെ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം നമ്മൾ മുൻപ് ചെയ്തു വെച്ചത് തന്നെ വരാതിരിക്കും. ചേട്ടനോട് ഫസ്റ്റ് ഡേ തന്നെ ഒരു സീൻ ഞാൻ അഭിനയിച്ചപ്പോൾ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ വന്ന ഒരു ചേഞ്ച് ചേട്ടൻ എന്നോട് പറഞ്ഞു. കാരണം അത് ഞാൻ മറ്റു സിനിമകളിൽ ഞാൻ ചെയ്യുന്ന ഒരു സാധനമാണ്, ഡയറക്ടേഴ്സിന് ആ ബോഡി ലാംഗ്വേജ് ഇഷ്ടമാണ്, പക്ഷെ ഇതില് റിനോച്ചേട്ടൻ അത് വേണ്ട. അപ്പൊ എടാ എനിക്ക് നിന്റെ വേറൊരു ബോഡി ലാംഗ്വേജ് എനിക്ക് ഇതിനകത്ത് വർക്ക് ചെയ്ത് തരും. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ചില സീൻ വരുമ്പോ അതിനൊരു എപ്പോഴും ഒരു 3 ഓപ്ഷൻസ് ഞാൻ ചേട്ടനോട് ചോദിക്കും. ഇതാണ് ഒരു ആക്ടർ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന്, ഒരു നല്ല ഡയറക്ടറെ കിട്ടാന്നുള്ള. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പടത്തിൽ വിളിക്കണേ. അടുത്ത പടം എപ്പോ ചെയ്യാനാ പ്ലാൻ ചെയ്യുന്നത്? ഉടനെ ഡിസ്കഷൻസിലാണ്. അപ്പം ഇവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? പ്രത്യേകിച്ച് ഒരുപാട് നിർബന്ധിക്കുന്നു നായകനാവണമെന്ന്. ഞാൻ പറഞ്ഞു അശ്വിൻ തന്നെ മതി, ഒരു സെക്കൻഡ് ഹീറോ പരിപാടി പിടിച്ചോളാം എന്ന് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ ചാൻസ് ചോദിക്കേ, ഇവിടെ ചോദിച്ചു. എന്താ റിനോച്ചേട്ടനോട് നമ്മള് ചാൻസ് ചോദിക്കുന്നതിലും ബെറ്റർ നമ്മൾ പ്രാർത്ഥിക്കാറില്ല ചേട്ടൻ മനസ്സിലുള്ള ആള് നമ്മളാവട്ടെ. കാരണം അതാണ് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റുകളെയൊക്കെ പോകാൻ ഓപ്ഷൻ ഉള്ള ആദ്യ സിനിമയല്ലേ, ഉറപ്പായിട്ടും ആദ്യ സിനിമയിൽ നമ്മൾ ഏറ്റവും റിസ്ക് എടുക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്തയുള്ളടുത്ത് ആ ആദ്യ സിനിമയിൽ ഞങ്ങളെപ്പോ ഉള്ളവരെ വെക്കാൻ ചിന്തിച്ചില്ലേ. അപ്പൊ ആ ചിന്തയാണ് നമ്മൾ പറയണ്ടത്, അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു മനസ്സിലുള്ള വേണേ എനിക്കും പ്രാർത്ഥിക്കാം അല്ലേ? കുട്ടിയും പ്രാർത്ഥിക്കും. ചേട്ടൻ വലിയൊരു സെറ്റപ്പിൽ എത്തട്ടെ, കുട്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കാം. അതല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം? മനസ്സിലായത് വേണ്ട, എന്നെ വിളിക്കുന്നേ. അല്ല, ചേട്ടന്റെ മനസ്സിലുള്ള ക്യാരക്ടർ എന്നെ പോലെ ഒരാളാവട്ടെ. എനിക്ക് വേണേ പ്രാർത്ഥിക്കാം. അല്ല അതിനെ ഇവിടെ 2 മുട്ട വെച്ചിട്ട് ഇരിക്കണുണ്ട് ചൈതന്യ. ഇനി 2 വർഷത്തേക്ക് ഇല്ല എന്നുള്ളത്. ചൈതന്യ യൂട്യൂബിലൂടെ വന്നത്, ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ത്രൂ ആണ്. അപ്പം ഇപ്പം ഈ സമയത്ത് യൂട്യൂബേഴ്സൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓൺലൈൻ ആപ്പുകൾ അമിതമായിട്ട് പ്രൊമോട്ട് ചെയ്യണു, അൺലീഗലൈസ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ കമ്പനീസ് സമീപിച്ചിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, എനിക്കതിന് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. ഞാൻ ഇതുവരെ അങ്ങനെ ബെറ്റിംഗ് ആപ്സോ അല്ലാത്തൊരു ഫ്രോഡായിട്ടുള്ള സംഭവങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ചൈതന്യ പ്രൊമോട്ട് ചെയ്യുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ, ഒരു റൊണാൾഡോ ചിത്രം. അതെ, അതിപ്പോ അല്ല, അത് സത്യം പറഞ്ഞാൽ വലിയ കാര്യം കേട്ടോ. ഈ ഇങ്ങനെ ബെറ്റിംഗ് ആപ്പ് കഴിഞ്ഞ ഒരു എൻക്വയറി ഇങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ ആ ബെറ്റിംഗ് ആപ്പിനെ പറ്റി സൽമാൻ ഖാനൊക്കെ വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു പോയിന്റ് നമുക്ക് ചിന്തിച്ചാൽ പിന്നെ നമ്മള് മൈൻഡിൽ നിന്ന് മാറ്റി. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ചൈതന്യെ പോലുള്ള ഒരിടത്ത് എത്ര വരുന്നുണ്ടായിരിക്കും അല്ലേ? കുറെ വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയാ, ഒരു ആരെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ട് സമീപിക്കുമ്പോൾ എങ്ങനെ ഇത് പിക്ക് ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ കുറെ റിസർച്ച് ചെയ്യും അവരെ പറ്റിയിട്ട്? എനിക്കൊരു ടീമുണ്ട്, അവരാണ് പ്രൊമോഷൻസ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർ സോർട്ട് ചെയ്തിട്ടായിരിക്കും എൻ്റെ അടുത്തോട്ട് വരുന്നത്. അതിൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ, ഞാൻ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല, നല്ലത് മാത്രം നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. നല്ലതാണ്. പിന്നെ എത്ര പേയ്മെന്റ് തന്നാലും ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അതെ അതെ അതെ. ഈ ബെറ്റിംഗ് ആപ്സ് ഒക്കെ എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ വിശ്വസിച്ച് അതിനകത്ത് ഒരാളിങ്ങനെ എന്താ പറയുക, ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സൂയിസൈഡ് ഒക്കെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതല്ലേ. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും, എനിക്ക് പേടിയൊക്കെ ഉള്ള കൂട്ടത്തില്ല ഞാൻ. കാരണം ആർക്കും ഒരു ദ്രോഹമൊന്നും വരാൻ പാടില്ല. അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളത്. നമുക്കൊരു പാട്ട് കേൾക്കാം.
ഓ ഇട്ടോളൂ. ചേട്ടൻ പാടും. നമ്മുടെ ആപ്പിൾ മ്യൂസിക് ഓണായി, ഇനി പാട്. അല്ല ഞാൻ സീരിയസ് ആയിട്ട് ഒരു ടീമൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണല്ലേ അപ്പൊ? തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ കുറെ കഴിഞ്ഞപ്പോ ആണല്ലേ? ഏജൻസി ഒക്കെ. പാട്ട് പാടി അവസാനിപ്പിക്കാം. പാട്ട് പാടിയ ദിവസം. ഓക്കെ. അയ്യോ പാട്ടല്ലേ, ഞാൻ ഏതപ്പോ പാടണ്ടേ? ഇഷ്ടമുള്ളത് പാട്ട് പാടി. നമ്മുടെ പടത്തിലെ പാട്ട് നമ്മുടെ പടത്തിലെ പാട്ട് പാടി. നമ്മുടെ പടത്തിലെ പാട്ട് പാടാം അല്ലേ? നല്ലതായിട്ട് പാടും. ഇത് പാട്ട് കേട്ടിട്ട് വേണം അടുത്ത പടത്തിൽ പാടി അഭിനയിക്കണോ എന്നുള്ള അല്ലേ? അതെ. അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്നുണ്ട് ഇപ്പൊ. ആ അതായത് പ്രൊമോഷന് പോകുമ്പോ നമ്മുടെ പടത്തിലെ പാട്ട് തന്നെ പാടാറ്. ദാസേട്ടനെയും എം ജി ചേട്ടനെയൊക്കെ മാറ്റി വെച്ചു. ഫുൾ നമ്മുടെ 2 പാട്ടിൽ മാറി മാറി ഞാൻ പാടും. ഇപ്പൊ ഇത് ഇവരുടെ ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ആക്ച്വലി. ഇവർ രണ്ടുപേരും അഭിനയിച്ചിരിക്കുന്ന സോങ് ഉണ്ട്, നല്ല രസമുള്ള കാർത്തികേട്ടൻ പാടിയ സോങ് ആണ്. നാം ഒരു നാളുയരും രാത്താരങ്ങൾ പോലെ സാദരമായണയും പൊന്മേഘങ്ങൾ നമ്മൾ ചിരിയോർമ്മ ചില്ലതൻ ചിറ അന്ന് ആയം തൊട്ട് പാടാം. ലിറിക് റൈറ്ററാ. ഗൂഗിൾ എടുക്കണം, ലിറിക്സ് എടുക്കണം. നാം ഒരു നാൾ ഉയരും രാത്താരങ്ങൾ പോലെ സാദരമായി അണയും പൊന്മേഘങ്ങൾ. ഇതിങ്ങനെയൊന്നും അല്ലടാ. ഇവനെന്തൊരു തേങ്ങ ഒരു നാൾ ഉയരും രാത്താരങ്ങൾ പോലെ സാദരമായി അണയും പൊന്മേഘങ്ങൾ നമ്മിൽ. നമ്മിലാണ്, നമ്മളല്ല. ചിരിയോർമ്മ ചില്ലതൻ ചിറകേകും തളിരേകും ചിറകിലായി. ഓ ഉയരാമീ വാൻ. ഏട്ടാ നിന്റെ ഇതുണ്ടാവോ? ഫോൺ തന്നാ മതി ചേട്ടാ. ഈ ഫോൺ അവിടെ പോയിടുക്കണം. ഒരു പാട്ട് പാടാനേ ഞാൻ പറഞ്ഞു. ഒരു പാട്ട് പറഞ്ഞാൽ എന്റെ ടാസ്ക് മനസ്സിലായോ? ശരിക്കും ഞങ്ങള് മറ്റേ മോശനൊക്കെ പോകുമ്പോ പിന്നെ അവിടെ തെറ്റിയാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ ഞാനിരിക്കല്ലേ തൊട്ടടുത്ത്. ആക്ച്വലി നീ ഉണ്ടല്ലോ പാട്ട് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ ഇൻസ്റ്റയില് കൊറേ പാട്ടുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ജൂഡേട്ടന് മെസ്സേജ് ജൂഡേട്ടാ ചാൻസ് പുള്ളിയുടെ അടുത്ത സിനിമ നീ നന്നായിട്ട് പാടുന്നുണ്ട്, നീ അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ വന്ന് അല്ല ഞാൻ പാടാം, നിങ്ങളുടെ പടത്തിൽ ഞാൻ പാടുകയും ചെയ്യാം. അല്ലേ പാട്ട് അടിപൊളിയായിട്ട്. അനന്യ ചേച്ചി നന്നായിട്ട് ഈ ഇടയ്ക്ക് 1-2 കവർ സോങ്സ് ഒക്കെ വന്നിരുന്നു. നല്ല രസം. ഓക്കെ പാടട്ടെ. ഒന്നുകൂടി നമ്മളിങ്ങനെ ഇപ്പൊ കട്ട് ചെയ്തിട്ടല്ലേ ഇത്ര. ഓക്കെ അല്ല നമ്മളൊന്നും കട്ട് ചെയ്യുന്നില്ല, എല്ലാം ഇടുക. ഇതെല്ലാം ഇടുവാണ്. എല്ലാം ഇടുക. എന്റെ പാട്ടും കട്ട് ചെയ്യുക അവസാനം. ഇല്ലില്ല, പാടി നോക്കിട്ട് വെള്ളി വീണ കട്ട് ചെയ്യും. നാം ഒരു നാളുയരും രാത്താരങ്ങൾ പോലെ സാദരമായി അണയും പൊന്മേഘങ്ങൾ നമ്മിൽ ചിരിയോർമ്മ ചില്ലതൻ തളിരേകും ചിറകില ഉയരാമിവാനിൽ നാം ഒരു നാളുയരും രാത്താരങ്ങൾ പോലെ ഓ സാദരമായി അണയും പൊന്മേഘങ്ങൾ നമ്മിൽ. അടിപൊളി അടിപൊളി. അപ്പം നമുക്ക് ഒന്നുകൂടെ പറയാല്ലേ, പാട്ടിൽ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ എന്ന്. പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മ്യൂസിക് ഡയറക്ടേഴ്സ് കേൾക്കുകയാണെങ്കിൽ അതെ, ഒന്നുകൂടെ മ്യൂസിക് ഡയറക്ടേഴ്സ് കേൾക്കുകയാണെങ്കിൽ കോണ്ടാക്റ്റിലൊന്നും എന്റെ നമ്പർ അതിന് പ്രത്യേക പൈസ തരണം. അതൊക്കെ തരാം, 5-10 തരാം. ശരി ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡീലുണ്ട്. അപ്പൊ അനന്യ ചേച്ചി നന്നായിട്ട് പാടി, ഇടയ്ക്ക് കുറച്ച് കവർ സോങ്സ് ഒക്കെ കണ്ടു. ചേച്ചിയുടെ എപ്പോഴും ഡിസ്കസ് ചെയ്തോ അഭിനയത്തിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ എന്ന് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടോ? ചേച്ചിയോട് ഞാൻ പറയണം ചേച്ചി കോൺസെൻട്രേറ്റ് ചെയ്യാൻ. കുറച്ചും കൂടെ പഴയ പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ. അങ്ങനെ ഞാനിപ്പോ ആരാ പറയാൻ, നമ്മള് അനിയനല്ലേ. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല പടങ്ങൾ മാത്രമേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ നല്ല പടങ്ങൾ വരുന്ന ഒരു 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 ചെറിയ കുറവുള്ളത് കൊണ്ട് ചേച്ചി വെയിറ്റ് ചെയ്യുന്നു നല്ല പടങ്ങൾക്ക് വേണ്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടൊന്നുമല്ല. നല്ല ഡയറക്ടേഴ്സ് പഴയ പോലെ നല്ല നല്ല കഥകൾ ചേച്ചിയിലേക്ക് എത്താത്തതിന്റെ ആയിരിക്കാം ചേച്ചി സിനിമകൾ ചെയ്യുന്നത് കുറവ്. ഒരിക്കലും വേറൊന്നും കൊണ്ടില്ല. ഇപ്പൊ സമുദ്രകന്നി സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു തമിഴിൽ, അത് നല്ലൊരു പടമായിരുന്നു. അപ്പൻ വന്നപ്പോ നല്ലതായിരുന്നു. പക്ഷെ 1-1.5 വർഷമായി. അജിച്ചേട്ടൻ്റെ ഒരു പടം ചെയ്തിരുന്നു,
പക്ഷെ നല്ല നല്ല കുറച്ച് പടങ്ങൾ ഗ്യാപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് വന്നതിന്റെ ആയിരിക്കാം. അപ്പോ നല്ല പടങ്ങൾ വരട്ടെ. നല്ലൊരു ആക്ട്രസ് ആണല്ലോ. എന്റെ ചേച്ചി ആയതുകൊണ്ട് പറയണല്ല, പലരും കേട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള നല്ലൊരു ആക്ട്രസ് ആണ്. അപ്പം വളരെ സീരിയസ് ആയി പോയി ഞാൻ. ഇല്ല. അപ്പം സിനിമ നല്ല രീതിയിൽ വിജയിക്കട്ടെ. നമുക്ക് മലയാള സിനിമയിൽ പൊതുവെ സിനിമയ്ക്കുള്ളിലെ സിനിമകൾ ചെയ്യുന്ന കഥ പറയുന്ന സിനിമകൾ വിജയിച്ചാണ് ചരിത്രം. അപ്പം ഇതും അതുപോലെ ചരിത്രമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.